ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി എന്ന് നമുക്കിതിന് പേര് വിളിക്കാം. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ വിരുന്നാരൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. പിന്നെ ഇതിൻ്റെ പീസൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലൈക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇത് നമുക്ക് ഉള്ളിയും തക്കാളിയൊന്നും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാത്രം എടുക്കുക. ബിരിയാണി പോട്ടാണെങ്കിൽ അത്, ചെമ്പട്ടി ആണെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ, മല്ലിച്ചപ്പ്, പുതിനയില എല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളി, തക്കാളി, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ മല്ലിയില, പുതിനയില, ഇത്രയും ഐറ്റംസാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഞാൻ പച്ചമുളക് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് മുളക് പൊടി എടുത്തത്. അത് നിങ്ങളിഷ്ടം പോലെ പച്ചമുളക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെപ്പർ പൗഡർ കേട്ടോ, കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബിരിയാണി മസാല പൊടിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതുണ്ടെങ്കിൽ അത് ചേർക്കുക. അതേപോലെ തന്നെ ഇതുപോലെ പാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഓയിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും ഈ ഒരു മസാലകളും ഈ ഒരു ഉള്ളി, തക്കാളി ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴമ്പ് പരുവത്തിലാവില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൈര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്തൊന്നും കുഴഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിതിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് തൈരും കൂടെ ചേർത്തിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ വാട്ടോ ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ല കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി അരി പിന്നെ ഊറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഹാഫ് വേവ് ആക്കിയിട്ടുള്ളൂ, ഏകദേശം ഒരു 65% വേവ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ആ റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഇതിൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഈ ഒരു അരികളൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്ത അരിയാണ്. ഇത് ഏകദേശം ഒരു 65% വെന്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു റൈസ് മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ സവാളൊക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും അതൊന്നും ഇടുന്നില്ല, ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആദ്യം ഒരു 2 സെക്കൻഡ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് മുകളിലേക്ക് കയറുന്ന രീതിയിൽ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 2-3 സെക്കൻഡ് മാത്രം മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ ചെറിയ ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10
10 മിനിറ്റ് നമ്മൾ അതുപോലെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കണ്ട, ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ തുറക്കാതെ വെച്ചതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണി നമ്മൾ മുകളിൽ ഇതുപോലെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക. അതല്ല റൈസ് വേറെ മസാല വേറെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഈ ഒരു റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കൂടുതൽ മസാല മിക്സ് ആക്കുന്നില്ല കേട്ടോ, കാരണം ഇഷുട്ടന് എരിവ് കൂടുതൽ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ റൈസ് ഇതുപോലെ കുറച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേറെ എടുത്ത് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ അടിയിലുള്ള മസാല എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി നോക്കാം കേട്ടോ. അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഈ ഒരു ബിരിയാണിയുടെ ഈ ഒരു സൈഡിൽ നിന്നാണ് അതുപോലെ ഒന്ന് വിളമ്പി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ ഈ മസാല മൊത്തത്തിൽ റൈസിലൊന്നും ആവില്ല. നല്ല എരിവ് കൂടുതലുള്ളവർക്കൊക്കെ നമുക്കിങ്ങനെ മുകളിൽ റൈസും ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. പിന്നെ ഇതിൻ്റെ നമ്മൾ റൈസ് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ RKG ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു കല്യാണ വീട്ടിലെ ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇതിൻ്റെ പീസൊക്കെ കണ്ടില്ല, ചിക്കനെ കണ്ടില്ല, നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ആദ്യം വേവിച്ചൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ നേരെ അതിൽ വെച്ചിട്ട് 10 മിനിറ്റ് മാത്രമേ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു ബിരിയാണി വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് വന്നിട്ട് ഒന്ന് പറയണം കേട്ടോ. എന്നാലാണ് മറ്റുള്ളവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഉപകാരമാണോ അല്ലേ എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ പറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കൂടുതൽ കയറി പോകുന്നില്ല. കൂടുതൽ ലൈക്ക് കിട്ടിയാലാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.